ചമ്പാരനിലെ നീലം കർഷക സമരം എന്ന് നടന്നത് 1917. ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? സമരം. സ്ട്രഗിൾ എന്ന് പറഞ്ഞ സമരം എന്താ? സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ. ചമ്പാരൻ എന്ന് പറഞ്ഞാലോ സ്ഥലം. ഫസ്റ്റ് പോയിന്റ് എന്നാ നടന്നത്? 1917. The struggle of indigo farmers in Chambaren was in 1917. ഫസ്റ്റ് പോയിന്റ് അതാണ് കേട്ടാ. കിട്ടിയാ? പഠിച്ചെല്ലാരും പറഞ്ഞു തരണം. The struggle of indigo farmers in Chambaren was in 1917. ചമ്പാരനിലെ നീലം കർഷക സമരം നടന്നത് 1917. സ്ഥലവും പറയാം. 1917 ബീഹാറിലാണ്. ഇൻ ബീഹാർ in 1917. In Bihar in 1917. ഇതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടാ. 1917 ബീഹാറിലാണ് നടന്നത്. ഒരു മിനിറ്റ് പറയാൻ പറ്റേ, ഞാൻ പോയിന്റ്സ് എഴുതിയിട്ട് പറയാട്ടാ. നിങ്ങൾ എഴുതി അയച്ചാലേ പറയാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് നോക്കാട്ടാ. സെക്കൻഡ് പോയിന്റ്, ഗാന്ധിജി ഇടപെട്ടു. ഈ സമരത്തിൽ ഗാന്ധിജി ഇടപെട്ടു. Second point, Gandhiji involved in this struggle. പഠിച്ചാ പറഞ്ഞേ? Gandhiji involved in Gandhiji ഈ സമരത്തിൽ ഇടപെട്ടു. Gandhiji involved in this struggle. നെക്സ്റ്റ് പോയിന്റ്, ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചു. ഗാന്ധിജി സ്റ്റാർട്ടഡ് സത്യാഗ്രഹ. പറഞ്ഞേ? ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചു. ഗാന്ധിജി സ്റ്റാർട്ടഡ് സത്യാഗ്രഹ. ബ്രിട്ടീഷുകാർ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കി. സമരമാണ് പാസ്സാക്കുക. എന്താ പാസ്സാക്കുക? അനുകൂല നിയമം പാസ്സാക്കി. ബ്രിട്ടീഷുകാർ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസ്സാക്കി. The British passed laws. The British passed laws in favor of indigo farmers. The British passed laws in favor of indigo farmers. പറഞ്ഞേ? The British passed laws in favor of indigo farmers. ഫേവർ എന്താ അർത്ഥം? ഫേവർ അവർക്ക് അനുകൂലമായിട്ട്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഉള്ളത്. ഞാൻ ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോ. ക്വസ്റ്റ്യൻ ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ എന്നാണ്. അതിന്റെ ആൻസർ എല്ലാവരും ശ്രദ്ധിച്ചോട്ടാ. ഒന്ന്, ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാമേഴ്സ് ഇൻ ചമ്പാരൻ വാസ് ഇൻ ബീഹാർ.
in 1917. പഠിച്ചാ പറഞ്ഞേ. സമരം നടന്നു. Struggle of Indigo farmers in Champaran was in Bihar in 1970. രണ്ടാമത്തെ, Gandhiji involved in this struggle. Gandhi involved in this struggle. Gandhiji involved in this struggle. Gandhiji started Satyagraha. Gandhiji started Satyagraha. Gandhiji started Satyagraha. Satyagraha. The British passed laws in favor of indigo farmers. The British passed laws in favor of indigo farmers. എഴുതിയ അയച്ചൊരു പറഞ്ഞോട്ടാ. അടുത്തത് മലയാളം നോക്കുക. ചമ്പാരനിലെ നീലം കർഷക സമരം. ചമ്പാരനിലെ നീലം കർഷക സമരം നടന്നത് 1917 ബീഹാറിലായിരുന്നു. ചമ്പാരനിലെ നീലം കർഷക സമരം നടന്നത് 1917 ബീഹാറിലായിരുന്നു. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യണം കേട്ടാ. മൈക്ക് ഓഫ് ചെയ്യണം എല്ലാവരും. മാഷ് ലാസ്റ്റത്തെ സെന്റൻസ് ഒന്ന് പറയോ? പറയാം, ഒരു മിനിറ്റ്. ചമ്പാരനിലെ നീലം കർഷക സമരം നടന്നത് 1917 ബീഹാറിലായിരുന്നു. ഗാന്ധിജി സമരത്തിൽ ഇടപെട്ടു. ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ അനുകൂല നിയമം പാസ്സാക്കി. ആർക്ക്? കർഷകർക്ക് അനുകൂലമായ നിയമം പാസ്സാക്കി. ഇംഗ്ലീഷ് ഒന്നുകൂടി നോക്കാം. സ്ട്രഗിൾ ഓഫ് മൈക്ക് ഓഫ് ആക്കാത്തെ. മൈക്ക് ഓഫ് ആക്കിയിട്ടില്ലല്ലോ. നിങ്ങൾ മൈക്ക് നിങ്ങൾ പറയേണ്ട സന്ദർഭത്തിൽ മാത്രം ഓൺ ആക്കിയാൽ മതി, അല്ലെങ്കിൽ പ്രശ്നമാക. മറ്റുള്ളവർക്ക് അത് ഡിസ്റ്റർബൻസ് ആവും. ഇംഗ്ലീഷ് ഒന്നുകൂടി പറയാൻ ശ്രദ്ധിക്കുക. The struggle of indigo farmers in Champaran was in Bihar in 1917. Gandhiji involved in this struggle. Gandhiji started Satyagraha. The British passed laws in favor of indigo farmers. The British passed laws. Text കാണാം, passed laws. Passed എഴുതുന്നത്. The British passed laws. In favor of indigo farmers. Passed ആണ് എഴുതേണ്ടത് കേട്ടാ. അല്ലെങ്കിൽ പിന്നെ ടെക്സ്റ്റിലെ പോലെ വലിയ സെന്റൻസ് എഴുതേണ്ടി വരും. എന്താ? His involvement compelled the authorities to pass laws എന്ന് എഴുതേണ്ടി വരും. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് the British passed laws എന്ന് എഴുതാം in favor of indigo farmers. പഠിച്ചാ? പറയട്ടെ. The struggle of indigo farmers in Champaran was in Bihar 1970. Gandhiji involved in the struggle. Gandhiji started Satyagraha. The British passed laws in favor of indigo farmers. നിയമം പാസ്സാക്കി. ഓക്കെ, The struggle of indigo farmers in Champaran in Bihar 1917. Gandhiji involved in this struggle. Gandhiji started Satyagraha. British passed laws in favor of indigo farmers. Okay. Sir, പറയട്ടെ. The struggle of indigo farmers in Champaran was in Bihar in 1970. Gandhiji involved in this struggle. Gandhiji started Satyagraha. British passed laws in favor of indigo farmers. Sir, പറയട്ടെ. ചമ്പാരനിലെ നീലം The struggle of indigo farmers in Champaran was in 1979 at Bihar. Gandhiji got involved in the struggle and he started Satyagraha and the British passed laws in favor of indigo farmers. Okay. The struggle of indigo farmers in Champaran was in Bihar in 1970. Gandhiji involved in the struggle. Gandhiji started Satyagraha. British passed laws in favor of indigo farmers. Okay. Struggle of indigo farmer in Champaran in Bihar was in 1917. Gandhiji involved in struggle. Gandhiji started Satyagraha and the British passed a law in favor of indigo farmer.
ഓക്കെ Sir, പറയട്ടെ. പറയാം. The struggles of indigo farmers in Chambharam was in the 1970. The Gandhiji involved in the struggles. Gandhiji started the Satyagraha. British passed the laws favor of indigo farmers. പറയാം. Struggle of indigo farmers in Champaran was in Bihar 1970. Gandhiji involved in this struggle. Gandhiji started Satyagraha. British passed laws in favor of indigo farmers. ഓക്കെ Sir, പറയട്ടെ. പറയാം. The struggle of indigo farmers in Champaran was in Bihar in 1917. Gandhiji involved in the struggle. Gandhiji started Satyagraha. The British passed laws in favor of indigo. ഓക്കെ ഇനി അടുത്ത് നോക്കേണ്ട അഹമ്മദാബാദിലെ തുണി മിൽ സമരം. അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സ്ട്രൈക്ക് അത് നമുക്ക് മുമ്പത്തെ പറഞ്ഞ പോലെ അതേ സെയിം പാറ്റേണിൽ പറയാം. ഇത് ഗുജറാത്തിലാണ്, 1918 അപ്പൊ എങ്ങനെ പറയാം? അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് വാസ് ഇൻ ഗുജറാത്ത് ഇൻ 1918. അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സമരം 1918 ഗുജറാത്തിലാണ് നടന്നത്. പറഞ്ഞെല്ലാരും? അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സ്ട്രൈക്ക് വാസ് ഇൻ ഗുജറാത്ത് 1918. അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് വാസ് ഇൻ ഗുജറാത്ത് ഇൻ 1918. അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സമരം 1918 ഗുജറാത്തിലാണ് നടന്നത്. പഠിച്ചെല്ലാരും? പഠിച്ചില്ലേ? സൂം കട്ടായാലപ്പോ പറയണട്ടാ. സൂം കട്ടാവുമ്പോ അപ്പൊ ഇൻഫോം ചെയ്യണം. വാട്സപ്പിൽ വിളിക്കേ ക്വിക്കായിട്ട് റെസ്പോൺസ് ചെയ്യണം. സൂം കട്ടായാലും സൂം ഇടയ്ക്ക് കട്ടാവും, ഹാങ് ആവാറുണ്ട്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറയോ? ഒന്നുകൂടി പറയാം. അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സമരം 1918 ഗുജറാത്തിലാണ് നടന്നത്. കാണല്ലേ? അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സമരം 1918 നടന്നത്. ഇംഗ്ലീഷ്. അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക് വാസ് ഇൻ ഗുജറാത്ത് ഇൻ 1918. Ahmedabad cotton mill strike was in Gujarat in 1918. ട്രൈ ചെയ്ത് നോക്കട്ടെ, കാരണം ഓൾറെഡി 100-200 കുട്ടികളാണ് ഓൺലൈനിൽ ഉള്ളത്. അത് രണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഇതെടുത്താ അത് പോവാന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. അടുത്ത പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് കേട്ടാ. നെക്സ്റ്റ് പോയിന്റ് ഇൻവോൾവ്ഡ്. എന്താ പറയുക അപ്പോ? Gandhiji involved in this struggle. അടുത്ത പോയിന്റ് സത്യാഗ്രഹ. Gandhiji started Satyagraha. സത്യാഗ്രഹ പറയാം. സെയിം തന്നെ, മറ്റേ സെയിം പോയിന്റ്സ്. ഇതിലൊരു കാര്യം എക്സ്ട്രാ വരുന്നുണ്ട്, അത് മിസ്സായിട്ടുണ്ട്. അതും കൂടി ആഡ് ആവുന്നില്ല. ഇതിന് കാരണം എഴുതണം. ഇൻവോൾവ്ഡിന് മുമ്പ് ഒരു പോയിന്റ് ഉണ്ട് കേട്ടാ, ഫ്ലാഗ് ബോണസ്. ലാസർ, ഞാനേ പള്ളിയെ പോവാ, അപ്പൊ ഞാൻ ലെഫ്റ്റ് ആവാ. ആരാ? ലാസർ. ഓക്കെ, ഫ്ലാഗ് ബോണസ് കേട്ടാ. ആ ഒരു പോയിന്റ് എന്താന്ന് പറഞ്ഞുതരാം.
പ്ലാഗ് ബോണസ്, അതായത് പ്ലാഗ് രോഗം ബാധിച്ചവർക്ക് ഇപ്പോ മറ്റേ കോവിഡ് ആയിട്ട് മരിച്ചവർക്ക് ഗവൺമെന്റ് പൈസ കൊടുക്കുന്നില്ലേ? കോവിഡ് ബാധിച്ച് മരിച്ചവർക്ക് ഗവൺമെന്റ് പൈസ കൊടുക്കും. മരിച്ചവർക്കല്ലേ കൊടുക്കുന്നത്, ഓക്കെ. എന്തെല്ലാം ആവട്ടെ, അത് ഗവൺമെന്റ് തീരുമാനിച്ചോളും ആർക്കാണ് എന്തൊക്കെയാണ്. നമുക്ക് ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ അതേപോലെ അന്ന് പ്ലേഗ് ബാധിതർക്ക്, പ്ലേഗ് രോഗം പിടിച്ചിട്ട് ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട് അന്ന്. പ്ലേഗ് എന്ന് വെച്ചാൽ പ്ലേഗ് പെട്ടെന്ന് മാരകമായിട്ടുള്ള പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ഒരു എപ്പിഡമിക് ആയിരുന്നു മുമ്പൊക്കെയുള്ള പ്ലേഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരാൾക്ക് വന്നാൽ പെട്ടെന്ന് അത് വ്യാപിക്കും, അത് പിടിച്ചവരൊക്കെ മരണപ്പെടും. മാരകമായിട്ടുള്ള രോഗമായിരുന്നു പ്ലേഗ്. അപ്പോ ഈ പ്ലേഗ് ബോണസ് ബ്രിട്ടീഷുകാർ കൊടുത്തില്ല. അതുവരെ അത് ഉണ്ടായിരുന്നു, പിന്നെ അവര് ഡിനൈ ചെയ്തു. ബ്രിട്ടീഷുകാര് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസ് കൊടുത്തില്ല. പോയിന്റ് എന്താ? ബ്രിട്ടീഷുകാർ തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസ് കൊടുത്തില്ല. The British didn't pay plague bonus to the workers. അല്ലെ ഡിനൈഡ് എന്ന് എഴുതാം, ടെക്സ്റ്റിൽ ഡിനൈഡ് എന്നാണുള്ളത്. ഡിനൈഡ്. The British denied plague bonus to the workers. The British didn't pay plague bonus to the workers. The British didn't pay plague bonus to the workers. Didn't pay യുടെ പകരം വേണമെങ്കിൽ denied എഴുതാം. The British didn't pay plague bonus to the workers. ബ്രിട്ടീഷുകാർ തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസ് കൊടുത്തില്ല. എന്താ പറഞ്ഞേ? ഇപ്പൊ പറഞ്ഞ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് അല്ലേ? രണ്ടാമത്തെ പ്ലേഗ് ബോണസിന്റെ പോയിന്റ് ആണ്. രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ആണ്, പ്ലേഗ് ബോണസിന്റെ പോയിന്റ് ആണ്. The British didn't pay plague bonus to the workers. ഇനിയാണ് ഇൻവോൾവ്ഡ് എഴുതാം. അപ്പൊ ഗാന്ധിജി എന്ത് ചെയ്തു? Gandhiji involved in the struggle. Gandhiji started Satyagraha. Gandhiji started Satyagraha. രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയൂ. പറയാം. ഞാൻ ആദ്യം പറയാം, ശ്രദ്ധിച്ചോ. Ahmedabad cotton mill strike. Ahmedabad cotton mill strike was in Gujarat in 1918. The British didn't pay plague bonus to the workers. The British didn't pay plague bonus to the workers. Gandhiji involved in the struggle. Gandhiji started Satyagraha. Sir, പ്ലേഗ് ബോണസ് എന്താണെന്നൂടി പറഞ്ഞു. പ്ലേഗ് ബോണസ് പറഞ്ഞാൽ പ്ലേഗ് രോഗം പിടിച്ചു മരിച്ചവർക്ക് കൊടുക്കുന്ന പൈസ. അപ്പൊ കോവിഡ് പിടിച്ചു മരിച്ചവർക്ക് കൊടുക്കുന്ന പൈസ അല്ലേ, അത് കോവിഡ് ബോണസ്. പണ്ട് പ്ലേഗ് ആയിരുന്നു, അപ്പൊ അത് പിടിച്ചു മരിച്ചവർക്ക് അന്ന് അവരുടെ ആശ്രിതർക്ക് ബോണസ് പൈസ കൊടുത്തിരുന്നു. അതാണ് പ്ലേഗ് ബോണസ്. പ്ലേഗ് മാരക രോഗമാണ്. The British didn't pay plague bonus to the workers. Gandhiji involved in this struggle. Gandhiji started Satyagraha. About the British, എന്ത് ചെയ്ത്? Increased salary, ശമ്പളം വർദ്ധിപ്പിച്ചു. Hike wages എന്നാണുള്ളത് കേട്ടാ. The British decided to hike wages എന്നാണുള്ളത് കേട്ടാ. Hike wages. എന്താ hike അർത്ഥം? The British decided to hike wages. അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇൻക്രീസ്ഡ് സാലറി എന്ന് എഴുതിയാലും മതി. എന്താ ഇൻക്രീസ് സാലറി? ശമ്പളം വർദ്ധിച്ചു അർത്ഥം. The British decided to hike wages. The strike ended. ലാസ്റ്റ് ഒന്നു പറയോ? ലാസ്റ്റ് പോയിന്റ്.
the British decided to hike wages. The British increased salary. The British decided to hike wages. The British increased salary. British ശമ്പളം വർദ്ധിപ്പിച്ചു. The strike ended. അപ്പൊ സമരം അവസാനിച്ചു. മലയാളത്തിൽ പറയാം, അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സമരം 1918 ഗുജറാത്തിലാണ് നടന്നത്. ബ്രിട്ടീഷുകാർ തൊഴിലാളികൾക്ക് ഫ്ലാഗ് ബോണസ് കൊടുത്തില്ല. ഗാന്ധിജി സമരത്തിൽ ഇടപെട്ടു. ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ ശമ്പളം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാർ തൊഴിലാളികളുടെ ശമ്പളം വർദ്ധിപ്പിച്ചു. സമരം അവസാനിച്ചു. Ahmedabad cotton mill strike was in Gujarat in 1918. The British didn't pay flag bonus to the workers. Gandhiji involved in the struggle. Gandhiji started Satyagraha. The British decided to hike wages. The strike ended. Okay, le. പഠിച്ചൊരു പറഞ്ഞോട്ടാ. സാർ പറയട്ടെ. Ahmedabad cotton mill strike was started in 1918 in Gujarat when cotton mill workers were denied the flag bonus. Gandhiji got involved in the strike and he started Satyagraha. And the British decided to hike the wages and the strike was ended. Ahmedabad strike was in Gujarat in 1918. The Gandhiji was involved in the struggle. The Gandhiji started the Satyagraha. British decided to give high wages. Struggle was ended. Gandhi. Ahmedabad cotton mill strike was in Gujarat in 1918. Gandhi, the British denied to pay black bonus to the workers. Gandhiji involved the strike. Gandhiji started Satyagraha. Gandhiji, British agreed to hike the wages. The struggle came to an end. It was in 1918 when the cotton mill workers were denied flag bonus following the Satyagraha of Gandhi. The authorities agreed to hike the wages of employees and the strike came to an end. Ahmedabad cotton mill strike in Gujarat in 1918. The British didn't pay flag bonus to workers. Gandhiji involved in the strike. Gandhi started Satyagraha. The authorities agreed to hike the wages. The strike came to an end. The struggle was ended. Ahmedabad cotton mill strike was in Gujarat in 1918. The British didn't pay flag bonus to the workers. Gandhiji involved in the struggle. Gandhiji started struggle. The British decided to hike wages. The strike ended. Okay. Ahmedabad cotton mill strike in Gujarat 1918. The British denied to pay flag bonus to the workers. Gandhiji involved in the struggle. Gandhiji started the Satyagraha. The British decided to pay hike wages. The strike ended. Ahmedabad cotton mill strike was in Gujarat 1980. The British denied to pay plague bonus to the workers. Gandhiji involved in the struggle. Gandhiji started Satyagraha. The British decided to pay high wages. That strike ended. Sir, പറയട്ടെ.
Ahmedabad cotton milk strike was in Gujarat in 1980. The British denied black bonus to the workers. Gandhiji involved in this struggle. Gandhiji started Satyagraha. The British decided to hike involved in wages. this strike. Strike ended. Gandhi started to hike wages. The strike ended. Sir, പറയട്ടെ. The British passed laws in favor of indigo farmers. Ahmedabad cotton mill strike was in Gujarat in 1918. British denied the flag bonus. Gandhi involved in the struggle. Gandhi started Satyagraha. British hike was increased. ഹലോ, പറയും. അഹമ്മദാബാദിൽ തുണിമിൽ സമരം 1918 ഗുജറാത്തിൽ നടന്നു. ബ്രിട്ടീഷുകാർ തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസ് നൽകിയില്ല. ഗാന്ധിജി സമരത്തിൽ ഇടപെട്ടു. ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരെ ശമ്പളം വർദ്ധിപ്പിച്ചു. സമരം അവസാനിച്ചു. Ahmedabad cotton mill strike was in Gujarat. The British didn't pay a black bonus to the workers. Gandhiji involved in the strike. Gandhiji started Satyagraha. The British decided to hike wages. The strike ended. Okay. Okay. അടുത്ത് നോക്കട്ടെ. പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേഡ. ഖേഡയിലെ കർഷക സമരം. പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേഡ. ഖേഡയിലെ കർഷക സമരം. മൈക്ക് ഓഫ് ചെയ്യട്ടാ. ഒരു മൈക്ക് ഓഫ് ചെയ്യാൻ മറക്ക. എവിടുന്ന് ഒരു നായ്ക്കുട്ടി പ്രശ്നം ഉണ്ടാക്കുന്നത്. Peasant struggle in Kheda. Peasant struggle in Kheda. First point എവിടെയാ? ഗുജറാത്തിൽ തന്നെയാണ് നടന്നത്. 1918 തന്നെയാണ് കേട്ടാ. ഗുജറാത്തിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. 1918 തന്നെയാണ്. ഫസ്റ്റ് പോയിന്റ് അത് കൊടുക്കാം. ഗുജറാത്ത് 1918. ഖേഡയിലെ കർഷക സമരം. ഖേഡയിലെ കർഷക സമരം 1918 ഗുജറാത്ത്. പറയോ ഇംഗ്ലീഷിന്റെ? ഇംഗ്ലീഷിന്റെ ഒന്ന് പറയോ? പറയാം. Peasant struggle in Kheda was in Gujarat in 1918. ഖേഡയിലെ കർഷക സമരം 1918 ഗുജറാത്തിലാണ് നടന്നത്. സെക്കൻഡ് പോയിന്റ്, farmers were in misery. Farmers were in misery due to crop failure. Farmers were in misery. എന്താ അർത്ഥം മിസറി? ദുരിതം, കഷ്ടപ്പാട്. വിളനാശം മൂലം കർഷകര് ദുരിതത്തിലായിരുന്നു. Farmers were in misery due to crop failure. Crop failure. Farmers were in misery. Farmers were, W-E-R-E, were. Farmers were in misery due to crop failure.
വിളനാശം മൂലം വിളനാശം മൂലം കർഷകർ ദുരിതത്തിലായിരുന്നു. Farmers were in misery due to crop failure. വിളനാശം മൂലം കർഷകർ ദുരിതത്തിലായിരുന്നു. നിമിത പറഞ്ഞേ. Farmers were in misery due to crop failure. Okay. പൂജ പൂജ. Farmers were in misery due to crop failure. Okay. Farmers were in misery due to crop failure. സെന്റൻസ് എന്താ? അതന്നെ ഇപ്പൊ പറഞ്ഞത്. Farmers were in misery due to crop failure. എന്താ? ഗുജറാത്ത് 1918. Peasant struggle in Kheda was in Gujarat in 1918. Peasant struggle in Kheda was in Gujarat in 1918. Peasant struggle in Kheda was in Gujarat. നിങ്ങളെ ഈ വേർഡ്സ് നോക്കിയിട്ട് നിങ്ങൾ ഓൺ സെന്റൻസ് പറയാട്ടാ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയിപ്പിച്ചപ്പോ പലരും പുസ്തകം നോക്കി വായിക്കുന്നതായിട്ട് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. പുസ്തകം നോക്കിയിട്ട് വായിക്കാനല്ല, തെറ്റിയാലൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ ഓൺ സെന്റൻസിൽ ആ വേർഡ്സ് നോക്കിക്കോ, കുഴപ്പമില്ല. വേർഡ്സ് നോക്കിയിട്ട് നിങ്ങൾ ഓൺ സെന്റൻസിൽ നിങ്ങൾ പറയണം. പുസ്തകത്തിലുള്ളത് വായിച്ചിട്ട് കാര്യമില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്ത എന്താ? സാറി ക്ലാസ് എത്താ കഴിയാ? 9:30. അപ്പൊ അടുത്ത എന്താ? The British decided to collect tax. The British decided to collect tax. ബ്രിട്ടീഷുകാർ ടാക്സ് പിരിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാൻ തീരുമാനിച്ചു. പറഞ്ഞേ. The British decided to collect tax. The British decided to collect tax. ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാൻ തീരുമാനിച്ചു. സാർ ഇപ്പൊ പറഞ്ഞപ്പോ അതിന്റെ മൂന്നാമത്തെ അല്ലേ? മൂന്നാമത്തെ. ഓക്കെ സാർ. The British decided to collect tax. അടുത്തത് ഗാന്ധിജി involved in the struggle. Gandhiji involved in the struggle. Gandhiji started Satyagraha. Gandhiji started Satyagraha. Gandhiji started Satyagraha. The British reduced tax rate. The British tax rate നികുതി കുറച്ചു. ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാൻ തീരുമാനിച്ചു. അപ്പോ ഗാന്ധിജി സമരത്തിൽ ഇടപെട്ടു. ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ നികുതി കുറച്ചു. The British reduced the tax rate. ബ്രിട്ടീഷുകാർ നികുതി ആദ്യം മുതലൊന്ന് പറയൂ. പറയാം. ബ്രിട്ടീഷുകാർ നികുതി ഇളവ് നൽകി. ബ്രിട്ടീഷുകാർ നികുതി ഇളവ് നൽകി. ആദ്യം പറയാൻ ശ്രദ്ധിച്ചോട്ടാ. Peasant struggle in Kheda was in Gujarat in 1918. People were in misery. Farmers were in misery due to crop failure. The British decided to collect tax. Gandhiji involved in this struggle. Gandhiji started Satyagraha. The British decided to reduce tax rate. സാറ് പറയട്ടെ? എഴുതി വെച്ചാ? ഇല്ല. ഞാൻ പറഞ്ഞോ എഴുതി വെച്ചാ പറഞ്ഞോ. The peasant struggle in Kheda was in Gujarat 1980. The life of farmers were misery due to crop failure. The British collected high tax. Gandhiji involved in the struggle. Gandhiji started Satyagraha. The British reduced the tax rate. പറയട്ടെ? മലയാളിയും ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് പറയാം. മലയാളിയും പറയട്ടെ. ഖേഡയിലെ കർഷക സമരം 1918 ഗുജറാത്തിലാണ് നടന്നത്. വിളനാശം മൂലം കർഷകർ ദുരിതത്തിലായിരുന്നു. ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജി സമരത്തിൽ ഇടപെട്ടു. ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ നികുതി ഇളവ് നൽകി. അതിന് പറഞ്ഞാരെ പറയാന്ന് പറഞ്ഞേ.
Canada was in Gujarat, 1918. Farmers were in misery due to crop failure. British decided to collect tax. Gandhi involved in this struggle. Gandhi started Satyagraha. British reduced the tax rate. പക്ഷെ ഞാൻ പറയട്ടെ പെസന്റ് സ്ട്രഗിൾ ഇൻ കേരള വാസ് ഇൻ ഗുജറാത്ത് 1918. Farmers were misery because of crop failure. British collected taxes. Gandhiji involved in struggle. Gandhiji started Satyagraha. The British decided to reduce tax. The peasant struggle in Canada in Gujarat 1918. Farmers were misery due to the crop failure. British decided to collect the tax. Gandhiji involved in the struggle. Gandhiji started the Satyagraha. British decided to reduce the tax rate. സാറ് പറയട്ടെ. 1918 ഗുജറാത്തിൽ നടന്ന സമരമായിരുന്നു ഗേഡയിലെ കർഷക സമരം. വിളനാശം കാരണം കർഷകർ ദുരിതമായ ജീവിതം നയിച്ചു. ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാൻ തീരുമാനിച്ചു. ഗാന്ധിജി സമരത്തിൽ പങ്കെടുത്തു. ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചു. ബ്രിട്ടീഷുകാർ നികുതി ഇളവുകൾ നൽകി. സാർ പറയട്ടെ. ഞാൻ പറയട്ടെ. Peasant struggle in Canada was in Gujarat in 1918. Farmers were in misery due to the crop failure. The British decided to collect the tax. The Gandhiji was involved. The Gandhiji started Satyagraha. British reduce the tax. Decided to reduce the tax. സാർ പറയട്ടെ. Peasant struggle in Canada was in Gujarat 1980. Farmers were in misery due to the crop failure. British decided to collect tax. Gandhiji involved in this struggle. Gandhiji started Satyagraha. British reduced the tax rate. സാർ പറയട്ടെ. Peasant struggle in Canada was in Gujarat in 1918. Farmers were in misery due to the crop failure. British decided to collect tax. Gandhiji involved in the struggle. Gandhiji started Satyagraha. British reduced the rate of tax. സാർ പറയട്ടെ. ഗാന്ധിജി 1918 ഗുജറാത്തിലെ സമരം നടന്നിട്ടുണ്ടായിരുന്നത് വിളനാശം മൂലം കർഷകർ ദുരിതത്തിലായി. ബ്രിട്ടീഷുകാരെ നികുതി ചുമത്താൻ തീരുമാനിച്ചു. ഗാന്ധിജി സമരത്തിൽ ഇടപെട്ടു. ഗാന്ധിജി സത്യാഗ്രഹം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരെ നികുതിയിലെ ഇളവ് നൽകി. പറയട്ടെ. അടുത്ത പാരഗ്രാഫ് തെറ്റിപ്പോയി. അടുത്ത ഹെഡിങ്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു? ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നാമത്തെ, his ideologies were popularized. അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ പോപ്പുലറായി. ഗാന്ധിജിയുടെ സത്യാഗ്രഹം എന്നുള്ള ഈ അത്തരം ആശയങ്ങളൊക്കെ പോപ്പുലറൈസ്ഡ് ആയി. ഹിസ് ഐഡിയോളജീസ് were popularized. എന്താ അർത്ഥം popularized? പോപ്പുലർ എന്ന് പറഞ്ഞാൽ എന്താ? പോപ്പുലർ ജനപ്രിയമായ, ഫേമസ് ആയിട്ടുള്ള. popularized. His ideologies were popularized. പഠിച്ചാ പറഞ്ഞേ. His ideologies were popularized. പരിചയപ്പെട്ടു. ഗാന്ധിജിയുടെ സമരരീതികൾ ജനങ്ങൾക്ക് പരിചിതമായി, ജനങ്ങൾക്ക് സുപരിചിതമായി. ഒന്നാമത്തെ പിന്നെ പറയോ ഇംഗ്ലീഷ്? പറയാം. ഗാന്ധിജിയുടെ സമരരീതികൾ ജനങ്ങൾക്ക് സുപരിചിതമായി. ഗാന്ധിജിയുടെ സമരരീതികൾ ജനങ്ങൾക്ക് സുപരിചിതമായി. പറഞ്ഞേ.
ഗാന്ധിജിയുടെ ഐഡിയോളജീസ് were popularized. ഇംഗ്ലീഷിൽ കാണാം, ടെക്സ്റ്റിൽ കാണാം. ഗാന്ധിജീസ് ഐഡിയോളജീസ് were popularized. ഐഡിയോളജീസ് കൂടെ ഉണ്ട്, ഐഡിയോളജീസ് പോപ്പുലറൈസ്ഡ് കൂടെ ഉണ്ട്. ഗാന്ധിജീസ് ഐഡിയോളജീസ് were popularized. ഗാന്ധിജിയുടെ ആശയങ്ങളൊക്കെ പോപ്പുലറായി. ഗാന്ധിജീസ് were popularized. ഗാന്ധിജീസ് ഐഡിയോളജീസ് were popularized. ഗാന്ധിജിയുടെ ആശയങ്ങള് ജനങ്ങൾക്ക് സുപരിചിതമായി. ഗാന്ധിജിയുടെ സമര രീതികളും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് സുപരിചിതമായി. ഗാന്ധിജിയുടെ സമര രീതികളൊക്കെ ജനങ്ങൾക്ക് സുപരിചിതമായി. രണ്ടാമത്തെ പോയിന്റ്, ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ആളുകൾ ആകർഷിക്കപ്പെട്ടു. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ആളുകൾ ആകർഷിക്കപ്പെട്ടു. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ആളുകൾ ആകർഷിക്കപ്പെട്ടു. കോമൺ പീപ്പിൾ were attracted to the national movement. Common people were attracted to the national movement. Common people were attracted to the national movement. നാഷണൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നാഷണൽ മൂവ്മെന്റ്? ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ദേശീയ പ്രസ്ഥാനം, ദേശീയ എന്ന് വെച്ചാൽ ദേശം മുഴുവനുള്ള, രാജ്യം മുഴുവനുള്ള, ഇന്ത്യ മുഴുവനായിട്ട് അന്ന് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി. എന്തിന്? ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ, സ്വാതന്ത്ര്യം നേടാൻ. ആരായിരുന്നു നേതാവ്? ഗാന്ധിയുടെ നേതൃത്വത്തില് ദേശീയ പ്രസ്ഥാനം ഉണ്ടായിരുന്നു, അല്ലെ? പക്ഷെ അതില് ആദ്യം എന്തായിരുന്നു വെച്ചാലേ, അതിന്റെ തുടക്കത്തില്, ദേശീയ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒക്കെ ഈ ഇംഗ്ലണ്ടിലൊക്കെ പഠിക്കാൻ പോയ ആളുകളായിരുന്നു അതിന്റെ നേതാക്കന്മാര്. ഫുൾ ഇംഗ്ലീഷ് പറയുന്ന ആൾക്കാരാ. ഈ മലയാളവും തമിഴും ബംഗാളിയിലൊന്നും പറയുന്ന ആൾക്കാര്. ആദ്യം ഒരു മീറ്റിംഗിന് പോയാൽ മീറ്റിംഗ് എന്തിനാ നടക്കുക? ഇംഗ്ലീഷിലുള്ള മീറ്റിംഗ്. അന്ന് ഇന്ത്യക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല, സാധാരണക്കാർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല. അപ്പോ അതുകൊണ്ട് തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ എന്തിലുണ്ടായിരുന്നുള്ളൂ? മീറ്റിലാണ്, ഗൂഗിൾ മീറ്റിലാണ്. പറയോ? പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. അപ്പോ അന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ, ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾ മാത്രമാണ് നാഷണൽ മൂവ്മെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഗാന്ധിജി വന്നപ്പോ എന്താ? സാധാരണ വേഷം, മുണ്ടൊക്കെ എടുത്തിട്ട്, സാധാരണക്കാർ ഒരു ആശ്രമമൊക്കെ കെട്ടിയിട്ട്, മറ്റൊരു കോട്ടും സൂട്ട്, ഗോപാലകൃഷ്ണ ഗോഖലെ അതുപോലുള്ള ആൾക്കാരൊക്കെ ഇംഗ്ലണ്ടിൽ പോയിട്ട് എപ്പോഴും ഇടക്കിടക്ക് ഇംഗ്ലണ്ടിൽ പോകും, അവിടെ പഠിച്ചു. എന്നിട്ട് പറയാം ക്ഷമിക്കണം നോക്കാം. അപ്പോ ഗോപാലകൃഷ്ണ ഗോഖലെ പോലുള്ള ആളുകൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് ഇംഗ്ലീഷൊക്കെ പറയാൻ നടക്കുന്ന ആളുകൾ, അതുപോലുള്ളവരൊക്കെ അപ്പൊ സാധാരണക്കാരെ അവരെടുത്ത് പോകാൻ പഠിക്കും. അവരൊക്കെ വലിയ ആളുകളാണ്, VIP-കളാണ് പറഞ്ഞിട്ട്. എന്നാ ഗാന്ധിജി ഇംഗ്ലണ്ടിലാണ് പഠിച്ചത്. പക്ഷേ ഗാന്ധിജിയുടെ വസ്ത്രധാരണം എന്താ? മുണ്ട് മാത്രം എടുക്കുക, സാധാരണക്കാരെ പോലെ. നിങ്ങള് 9ാം ക്ലാസ്സിൽ പഠിച്ചില്ലേ, ഒരു പെണ്ണ് തുണി അലക്കണ കണ്ടിട്ട്? അത് കോവിഡ് ആയ കാരണം ക്ലാസ് ഒന്നും ഇല്ലാത്ത കാരണമാണ്. ഒരു സ്ത്രീ മധുരയിലേക്ക് പ്രസംഗിക്കാൻ പോകുമ്പോ ഒരു സ്ത്രീ, ഒരു വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ തുണി അലക്കണ സീൻ കണ്ടപ്പോ ഗാന്ധിജിക്ക് ദയനീയത തോന്നി. കാരണം അതിന് ഉടുക്കാൻ പോലും, മാറിയെടുത്ത് വസ്ത്രം കഴുകാനുള്ള ഡ്രസ്സ് പോലും അതിനില്ല. എന്നിട്ടൊരു പകുതി ഡ്രസ്സ് അതെടുത്ത് എങ്ങനെയൊക്കെ എടുത്ത് എന്നിട്ട് പകുതി കഴുകുക, എന്നിട്ട് അത് കഴുകിയതിനു ശേഷം അത് എടുത്തിട്ട് ബാക്കി പകുതി കഴുകുക. ഈ ദയനീയമായ രംഗം കണ്ടപ്പോ ഗാന്ധിജി അന്ന് തീരുമാനിച്ചതാണ്, ഇനി ഞാൻ ഒരു മുണ്ട് മാത്രമേ ധരിക്കുള്ളൂ. കാരണം ഇന്ത്യയില് ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് പേര് ഇപ്പൊ വസ്ത്രവും ഭക്ഷണവും ഇല്ലാത്തവരുണ്ട്. അപ്പൊ പിന്നെ ഗാന്ധിജി എവിടെ താമസിച്ചത്? 5 സ്റ്റാർ ഹോട്ടലിലാണോ? അല്ല. ഇന്നൊക്കെ നമ്മളുടെ ഓരോ മന്ത്രിമാരും MLA-മാരും നേതാക്കന്മാരൊക്കെ വന്ന ഗുരുവായൂരല്ലേ തൃശ്ശൂര്, അവര് ഗസ്റ്റ് ഹൗസിലേക്ക് താമസിക്കുക, അല്ലെ? വലിയ വലിയ ഹോട്ടല് സാധാരണക്കാർക്ക് പോയി കാണാൻ പറ്റുമോ? ഇല്ല. എന്നാൽ ഗാന്ധിജി ആശ്രമത്തിലാണ് താമസിച്ചത്. ആശ്രമം ആർക്ക് വേണേ എപ്പോ വേണേ ചെല്ലാം, പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാം. അപ്പൊ വളരെ ലളിതമായ ജീവിതമാണ് ഗാന്ധി നയിച്ചത്. അപ്പൊ സാധാരണക്കാരുമായിട്ട് നല്ല അടുപ്പുണ്ടായിരുന്നു, കോമൺ പീപ്പിൾ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോമൺ പീപ്പിൾ ധാരാളമായിട്ട് അട്രാക്ട് ചെയ്യപ്പെട്ടു, ആകർഷിക്കപ്പെട്ടു നാഷണൽ മൂവ്മെന്റിലേക്ക്. ഇപ്പൊ മനസ്സിലായ? അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് നോക്കുക, കോമൺ പീപ്പിൾ were attracted to the national movement. Common people were attracted to the national movement. മനസ്സിലായ?
Common people were attracted to പിന്നെ കോമൺ പീപ്പിൾ വേ അട്രാക്റ്റഡ് ടു നാഷണൽ മൂവ്മെന്റ്. സാധാരണക്കാർ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കോമൺ പീപ്പിൾ വേർ അട്രാക്റ്റഡ് ടു നാഷണൽ മൂവ്മെന്റ് അല്ലെ. സാധാരണക്കാർ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. സാധാരണക്കാർ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. മനസ്സിലായ? കോമൺ പീപ്പിൾ വേർ അട്രാക്റ്റഡ് ടു. അതിൽ കോമൺ പീപ്പിൾ എന്നുള്ളത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ലെയ്മൻ എന്നാണ്. ലെയ്മൻ എന്താ അർത്ഥം? ലെയ്മൻ സാധാരണക്കാരൻ തന്നെയാണ് ലെയ്മന്റെ അർത്ഥം. ലെയ്മൻ വേർ അട്രാക്റ്റഡ് ടു ദ നാഷണൽ മൂവ്മെന്റ്. ലെയ്മൻ എന്ന് പറഞ്ഞാലും കോമൺ പീപ്പിൾ എന്ന് പറഞ്ഞാലും ഒക്കെ സാധാരണക്കാരാണ്. ഏത് വേണേലും നിങ്ങൾക്ക് പറയാം. പിന്നെ അടുത്ത പോയിന്റ്, തേർഡ് പോയിന്റ്, നാഷണൽ മൂവ്മെന്റ് സ്പ്രെഡ് ടു റൂറൽ ഏരിയസ്. ഗാന്ധിജി പറഞ്ഞ ഒരു സിറ്റിയിൽ മാത്രമേ ഉള്ളൂ. ഗാന്ധിജി വന്നപ്പോഴാണ് എങ്ങോട്ട് പോയത്? വില്ലേജസിലേക്ക്. റൂറലിൽ നിന്ന് എന്താ അർത്ഥം? റൂറൽ ഏരിയ എന്ന് വെച്ചാൽ എന്താ? റൂറൽ ജനവാസം. റൂറൽ എന്ന് വെച്ചാൽ വില്ലേജ് എന്ന് അർത്ഥം. സ്പ്രെഡ് ടു വില്ലേജസ് കേട്ടാ. സ്പ്രെഡ് ടു വില്ലേജസ്. റൂറൽ ഏരിയാസ് അറിയുന്നവരത് എഴുതാം, അല്ലെ വില്ലേജസ് എഴുതാം. ദേശീയ പ്രസ്ഥാനം ഗ്രാമങ്ങളിലേക്ക് വേരോട്ടമുണ്ടായി. ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമങ്ങളിൽ വേരോട്ടമുണ്ടായി. ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമങ്ങളിൽ വേരോട്ടമുണ്ടായി. ഗ്രാമപ്രദേശങ്ങളില് വേരോട്ടമുണ്ടായി. ഗാന്ധിജി വന്നപ്പോഴാണ് ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇത് വ്യാപിച്ചത്. ദേശീയ പ്രസ്ഥാനം ഗ്രാമപ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. നാഷണൽ മൂവ്മെന്റ് സ്പ്രെഡ് ടു വില്ലേജസ്, സ്പ്രെഡ് ടു റൂറൽ ഏരിയാസ്. പറഞ്ഞേ. നാഷണൽ മൂവ്മെന്റ് സ്പ്രെഡ് ടു റൂറൽ ഏരിയാസ്. നാഷണൽ മൂവ്മെന്റ് സ്പ്രെഡ് ടു റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ നാഷണൽ മൂവ്മെന്റ് സ്പ്രെഡ് ടു വില്ലേജസ്. ദേശീയ പ്രസ്ഥാനം ഗ്രാമങ്ങളിലേക്കൊക്കെ സ്പ്രെഡായി. പിന്നെ ഗാന്ധിജി ഒരു ദേശീയ നേതാവായി മാറി. ഗാന്ധിജി ഒരു ദേശീയ നേതാവായി മാറി. ഗാന്ധിജി became a national leader. ഗാന്ധിജി became a national leader. ഗാന്ധിജി ഒരു നാഷണൽ ലീഡറായി. ഗാന്ധിജി became a national leader. ഗാന്ധിജി വളരെ പെട്ടെന്ന് തന്നെ നാഷണൽ ലീഡറായി, ദേശീയ നേതാവായി മാറി. ഗാന്ധിജി ഒരു ദേശീയ നേതാവായി മാറി. ഈ 4 പോയിന്റ് ഉള്ളത്. ഞാൻ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് പോയിന്റ് സുപരിചിതമായി. എന്താ സുപരിചിതമായത്? ഗാന്ധിജി സമരരീതികൾ ജനങ്ങൾക്ക് സുപരിചിതമായി. ഇനി ആകർഷിക്കപ്പെട്ടു. ആരാകർഷിക്കപ്പെട്ടെ? കോമൺ പീപ്പിൾ. ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. ഇനി ഗ്രാമപ്രദേശങ്ങളിൽ എന്തുണ്ടായി? ഗ്രാമപ്രദേശങ്ങളിൽ വേരോട്ടം ഉണ്ടായി. ഇനി ദേശീയ നേതാവ് ആരാ? ഇംഗ്ലീഷ് നോക്കിക്കോ. ഇംഗ്ലീഷ് എല്ലാവരും ശ്രദ്ധിച്ചോട്ടാ. പറയാം. പോപ്പുലറൈസ്ഡ് ആയി. എന്താണ് പോപ്പുലറൈസ്ഡ് ആയത്? ഗാന്ധിജീസ് ഐഡിയോളജീസ്. ഐഡിയോളജീസ് were popularized. ഗാന്ധിജീസ് ഐഡിയോളജീസ് ആണ് പോപ്പുലറൈസ്ഡ് ആയത്. ഗാന്ധിജീസ് ഐഡിയോളജീസ് were popularized. അല്ലെങ്കിൽ ഗാന്ധിജീസ് ഐഡിയോളജീസ് became popular. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. പോപ്പുലർ ആയി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഗാന്ധിജീസ് ഐഡിയോളജീസ് became popular. ഇനി അട്രാക്റ്റഡ്. ആരാ അട്രാക്ട് ആയത്? കോമൺ പീപ്പിൾ. were attracted. laymen were attracted. എന്തിലേക്ക്? ടു നാഷണൽ മൂവ്മെന്റിലേക്ക് അട്രാക്ട് ആയി. കോമൺ പീപ്പിൾ were attracted to നാഷണൽ മൂവ്മെന്റ്. മുന്നിൽ കോമൺ പീപ്പിൾ, പിന്നില് ടു ദ നാഷണൽ മൂവ്മെന്റ് വയ്ക്കുക. കോമൺ പീപ്പിൾ were attracted to the national movement. ഇനി സ്പ്രെഡ് ടു. എങ്ങനെ സ്പ്രെഡ് ആയത്? റൂറൽ ഏരിയാസ്. എന്താണ് സബ്ജക്ട്? എന്താ സ്പ്രെഡ് ആയത്? നാഷണൽ മൂവ്മെന്റ്. വില്ലേജസ് ഇപ്പുറത്ത് വയ്ക്കാം. നാഷണൽ മൂവ്മെന്റ് സ്പ്രെഡിന് ഡി ആണ് വേണ്ടേട്ടാ. നാഷണൽ മൂവ്മെന്റ് റൂറൽ ഏരിയാസ്. സ്പ്രെഡ് ടു വില്ലേജസ് അല്ലെങ്കിൽ ടു റൂറൽ ഏരിയാസ്. ഇനി നാഷണൽ ലീഡർ അതാരാ? ആരെങ്കിലും നാഷണൽ ലീഡറായി? ഗാന്ധിജി. Gandhi became national leader. Gandhiji's ideologies were popularized.
Common people were attracted to national movement. National movement spread to rural areas. Gandhiji became a national leader.